ഇത് ഒരാളുടെ ജീവിതത്തിൽ നടന്ന പേടിപ്പെടുത്തുന്ന ഒരു കഥയാണ്. നിങ്ങൾ പേടിക്കാൻ തയ്യാറായിക്കോളൂ. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ. എൻ്റെ പേര് കവിത. ഈ സംഭവങ്ങൾ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാനൊരു ചെറിയ ഗ്രാമത്തിലാണ് താമസം. ചുറ്റിനും കാടും മലയും. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു ഭയമാണ് പുറത്തേക്കിറങ്ങാൻ. ആ സമയത്ത് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെയുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ക്ലീനിങ്ങിന്റെ ജോലിയായിരുന്നു. അവിടെ ചെന്നാൽ തറ തുടയ്ക്കണം, ബാത്റൂം ക്ലീൻ ചെയ്യണം, അങ്ങനെ പല പല പണികളും എനിക്കുണ്ടായിരുന്നു. രാവിലെ പോയി വൈകിട്ട് നേരത്തെ തന്നെ വീട്ടിലെത്തും. വീട്ടിൽ എനിക്കൊരു അമ്മൂമ്മയുണ്ട്, പിന്നെ അനിയനും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനായിരുന്നു. പക്ഷേ ഒരു അമാവാസി രാത്രിയിൽ എൻ്റെ ജീവിതം തന്നെ മാറി മറഞ്ഞു. ചില സമയങ്ങളിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ വല്ലാത്തൊരു നിശബ്ദത രാത്രികളിൽ കാണാറുണ്ട്. ദൂരെ നിന്നും കേൾക്കുന്ന മൂങ്ങയുടെ കരച്ചിലും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അത് കേൾക്കുമ്പോൾ അമ്മൂമ്മ എന്നോട് പറയുമായിരുന്നു, കരച്ചിൽ കേട്ടാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തോ അപകടമുണ്ടെന്നാണ്. ഞാൻ അമ്മൂമ്മയുടെ ആ വാക്ക് കേട്ട് അമ്മൂമ്മയെ കളിയാക്കുമായിരുന്നു. ഇതെല്ലാം ഈ ഗ്രാമത്തിലുള്ള ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. പക്ഷേ ആ രാത്രി എനിക്ക് അമ്മൂമ്മ പറഞ്ഞതിൻ്റെ സത്യം മനസ്സിലായിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ആശുപത്രിയിൽ നൈറ്റ് ഷിഫ്റ്റാണ്. എന്നത്തെയും പോലെ അന്ന് ഞാൻ വാർഡ് ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആശുപത്രിയുടെ കോറിഡോറിൽ ഒരു വല്ലാത്ത നിശബ്ദത. ചൂലുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന ശബ്ദവും പിന്നെ എവിടെയോ വെള്ളത്തുള്ളികൾ പൈപ്പിൽ നിന്നും ചാടുന്ന ചെറിയ ശബ്ദവും മാത്രമാണ് അപ്പോഴുണ്ടായിരുന്നത്. പെട്ടെന്നാണ് ഒരു നഴ്സ് എന്നെ വിളിച്ചത്. കവിത, മോർച്ചറിയിൽ ഞാനൊരു ഫയൽ വെച്ച് മറന്നുപോയി, അതൊന്ന് പോയി എടുത്തിട്ട് വരാമോ? അത് കേട്ട് എനിക്കൊരു വല്ലാത്ത പേടി തോന്നി. കാരണം ഞാൻ ഇതുവരെ മോർച്ചറിയിൽ കയറിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ ജോലിയായി പോയില്ലേ. ഞാൻ തലയാട്ടി പോകാമെന്ന് സമ്മതിച്ചു. ചൂലൊരു സൈഡിൽ വെച്ചിട്ട് ഞാൻ മോർച്ചറി ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. മോർച്ചറി ആശുപത്രിയുടെ ബേസ്മെന്റിലാണുള്ളത്. അങ്ങോട്ട് ഇറങ്ങാൻ ഇരുമ്പിന്റെ കോണിപ്പടികളുണ്ട്. ആ കോണിപ്പടിയുടെ മുകളിൽ ഒരൊറ്റ ബൾബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയ വെട്ടം. താഴെ നിന്നും നല്ല തണുത്ത കാറ്റ് മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഓരോ കോണിപ്പടിയും ഇറങ്ങുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. അവസാന സ്റ്റെപ്പിലെത്തിയപ്പോൾ എനിക്കൊരു തോന്നൽ, എൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്ന്. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ ഒരു വല്ലാത്ത ഇരുട്ട് മാത്രം. ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കാതെ പേടിയോടെ തന്നെ മോർച്ചറിയുടെ ആ വാതിൽ തുറന്നു. അത് തുറന്നപ്പോൾ ഒരു കരകര ശബ്ദം ആ വാതിലിനുണ്ടായിരുന്നു. ഞാൻ ധൈര്യം സംഭരിച്ച് അതിൻ്റെ അകത്തേക്ക് കയറി. വല്ലാത്തൊരു തണുപ്പായിരുന്നു അതിൻ്റെ അകത്ത്. അകത്തുള്ള ബൾബ് മിന്നി മിന്നി കത്തുന്നു. എന്താണെന്നറിയില്ല, ഇനി കേടായതാകുമോ? പിന്നെ അവിടെ കണ്ടത് സ്ട്രക്ചറിൽ ഒരു ഡെഡ് ബോഡിയും ഉണ്ടായിരുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു ഡെഡ് ബോഡി. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാതെ ഫയലെടുക്കാൻ ടേബിളിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ഞാൻ പോലും അറിയാതെ ആ ഡെഡ് ബോഡിയിലേക്ക് മാത്രം തിരിയുന്നു. എനിക്ക് ഭയം കൂടി വരാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി, കവിത, ഇതെല്ലാം നിന്റെ വെറും തോന്നലാണ്. അത് വെറും ഡെഡ് ബോഡിയല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? പക്ഷേ എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ എനിക്ക് ഫയൽ കിട്ടി. ഞാൻ വേഗം തന്നെ ഫയലെടുത്ത് മോർച്ചറിയുടെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നൽ, എൻ്റെ വിരലുകളിൽ എന്തോ തൊട്ടതുപോലെ. അതും ആ വസ്തുവിൽ വല്ലാത്തൊരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ ആ ഡെഡ് ബോഡിയുടെ കൈ സ്ട്രെച്ചറിൽ നിന്നും താഴെ വീണ് കിടക്കുന്നു. അയാളുടെ കൈ എൻ്റെ കൈയിൽ സ്പർശിച്ചിരിക്കുന്നു. ഞാൻ വേഗം പേടിച്ച് പുറകിലേക്ക് മാറി. ആ കൈ അനങ്ങിയോ? എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഞാൻ വീണ്ടും കൈയിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. ഇല്ല, അനങ്ങുന്നില്ല. അതിൻ്റെ വെറും തോന്നലായിരിക്കും. എൻ്റെ ഹൃദയമിടിപ്പ് അത്രയ്ക്കും വർദ്ധിച്ചിരുന്നു. തൊണ്ട വറ്റി വരണ്ടു. ഞാൻ പെട്ടെന്ന് ഫയലും കയ്യിൽ പിടിച്ച് ഡോറിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടു. സ്ട്രെച്ചർ ആരോ അനക്കുന്ന ശബ്ദം. ഞാൻ പേടിച്ചു മെല്ലെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഞാൻ നോക്കുമ്പോൾ ഡെഡ് ബോഡി എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ പാറ പോലെ ഉറച്ചുപോയി ആ നിൽപ്പിൽ തന്നെ. അതിൻ്റെ കണ്ണുകൾ തുടുത്ത് ചുറ്റിനും കറുത്ത പാടുകൾ. പെട്ടെന്ന് ആ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് എന്നെ നോക്കുകയായിരുന്നു. അതിൻ്റെ വായിൽ നിന്നും വിചിത്രമായ പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം വരുന്നുണ്ടായിരുന്നു. ഭയം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും ആ ഫയൽ താഴെ വീണു. ഞാൻ പേടിച്ചൊച്ചയുണ്ടാക്കി ആ മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് ഓടി. ഇരുമ്പിൻ്റെ കോണിപ്പടികൾ കയറുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു, ആരോ എൻ്റെ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കുന്ന പോലെ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം പോലും തിരിഞ്ഞു നോക്കിയില്ല. എനിക്കറിയില്ല ആ സമയത്ത് എൻ്റെ കാലിൽ എവിടുന്ന ഇത്രയും ശക്തി വന്നതെന്ന്. ഞാൻ സർവ്വശക്തിയും എടുത്ത് കോണിപ്പടി ചാടിക്കയറി കോറിഡോറിൻ്റെ ഭാഗത്ത് ചെന്ന് താഴേക്ക് ഇരുന്നു. എൻ്റെ ശരീരം മൊത്തം വിയർത്തിരുന്നു. ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. തൊണ്ട വറ്റിയിരിക്കുന്നു. ആ സമയം എൻ്റെ വായിൽ നിന്നും ഒരു വാക്കുപോലും പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരി നഴ്സ് ലത എന്നെ കണ്ട് എൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പോഴേക്കും വേറൊരു നഴ്സും കൂടി അങ്ങോട്ട് വന്നു. എന്നോട് ഫയൽ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞ അതേ നഴ്സ് തന്നെ. കുറച്ചു കഴിഞ്ഞ് ഞാൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ
ഞാൻ അവരോട് അവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതെല്ലാം നിന്റെ വെറും തോന്നലായിരിക്കും. മരിച്ചയാൾ ഒരിക്കലും കണ്ണു തുറക്കില്ല. നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിനക്ക് തോന്നിയതാണ്. പിന്നെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നീ ഇപ്പോൾ ഇന്ന് ജോലി ചെയ്യണ്ട, നീ വീട്ടിലേക്ക് പൊക്കോ. അവർ 2-3 പ്രാവശ്യം നിർബന്ധിച്ചപ്പോൾ ഞാൻ പോകാൻ തയ്യാറായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ സൈക്കിൾ എടുത്ത് ഞാൻ വീട്ടിലേക്ക് യാത്ര തുടങ്ങി. ഗ്രാമത്തിലേക്കുള്ള വഴി വളരെ വിജനമായിരുന്നു. എൻ്റെ സൈക്കിളിൻ്റെ ഡൈനോമോയിൽ നിന്നും വരുന്ന പ്രകാശം പോലും ആ ഇരുട്ടിലൊന്നുമല്ല. വഴിയിലെ വഴിവിളക്ക് ഓരോ 50 മീറ്ററുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ആ 50 മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഇരുട്ട്, ആ ഇരുട്ടിലേക്ക് കയറുമ്പോൾ ആ ഇരുട്ടെന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന പോലെ തോന്നും. പേടികൊണ്ട് ഞാൻ എൻ്റെ സൈക്കിളിൻ്റെ സ്പീഡ് കൂട്ടി. പകുതി വഴി സഞ്ചരിച്ചതിന് ശേഷം ഞാനൊരു പഴയ മരം കണ്ടു. അതെൻ്റെ ഗ്രാമത്തിൻ്റെ പുറത്തുള്ളൊരു മരമാണ്. സാധാരണ ഞാൻ ആ മരത്തിലേക്ക് നോക്കാറില്ല. വഴിയിൽ നിന്നും കുറച്ച് അകത്തേക്കാണ് ആ മരം നിൽക്കുന്നത്. പക്ഷേ ആ രാത്രിയിൽ പലതവണയായി മൂങ്ങയുടെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. എൻ്റെ കണ്ണുകൾ അറിയാതെ വഴിയിൽ നിന്നും കുറച്ച് അകത്തായി കാണുന്ന മരത്തിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച എൻ്റെ രക്തം ഉറച്ചുപോയി. കാരണം ആ മരത്തിൻ്റെ മുന്നിൽ ഒരു ഭയപ്പെടുത്തുന്ന രൂപം നിൽക്കുന്നു. ആ കണ്ണുകളിൽ വല്ലാത്തൊരു തീക്കനൽ. മുഖമെല്ലാം മുറിഞ്ഞ് വികൃതമായിരിക്കുന്നു. വായിൽ നിന്നും കറുത്ത ചോര പുറത്തേക്കൊഴുകുന്നു. അതെന്നെ അവിടെ നിന്നും വല്ലാത്തൊരു നോട്ടം നോക്കുന്നു. അതിൻ്റെ കൂടെ ഒരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന ശബ്ദവും. ആ ശബ്ദം കൂടിക്കൂടി വന്നു. ഞാൻ സൈക്കിളിൻ്റെ പെഡലിൽ എൻ്റെ ശക്തി മുഴുവനും എടുത്തു. പക്ഷെ എൻ്റെ കാല് പേടികൊണ്ട് വിറയ്ക്കുകയാണ്. എത്ര ശക്തിയെടുത്ത് ചവിട്ടിയിട്ടും ഞാൻ വിചാരിച്ച പോലെ സ്പീഡിൽ സൈക്കിൾ പോകുന്നുണ്ടായിരുന്നില്ല. എൻ്റെ പുറകിൽ ആ രൂപമുള്ള പോലെ ഒരു തോന്നൽ. ഞാൻ എങ്ങനെയൊക്കെയോ ഗ്രാമത്തിലെത്തി. സൈക്കിൾ താഴെയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്ന താക്കോലെടുത്ത് വാതിൽ തുറന്ന് ഉടനെ തന്നെ വാതിൽ അകത്തു നിന്നും അടച്ച് ഞാൻ എൻ്റെ കട്ടിലിൽ പോയി കിടന്നു. കട്ടിലിൽ കിടന്നതും പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ബോധം കെട്ട പോലെ ഉറങ്ങിപ്പോയി. രാവിലെ ഞാൻ കണ്ണു തുറന്നതും എൻ്റെ ശരീരത്തിന് വല്ലാത്തൊരു കനം അനുഭവപ്പെട്ടു. ശരീരം ഒന്ന് അനക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ലത ആ സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ലതയോടും അമ്മൂമ്മയോടും കഴിഞ്ഞ രാത്രി സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. മോർച്ചറിയിൽ കണ്ട ഡെഡ് ബോഡിയുടെ കാഴ്ച, അതിൻ്റെ കണ്ണുകൾ, പിന്നെ തിരിച്ചു വരുമ്പോൾ ആ മരത്തിൻ്റെ മുന്നിൽ കണ്ട ആ ഭീകര രൂപം. അത് കേട്ട് എൻ്റെ അമ്മൂമ്മ വല്ലാതെ പേടിച്ചു പോയി. എന്തിനാ മോളെ നീ രാത്രി ഒറ്റയ്ക്ക് വന്നേ? നീ എന്തിനാ മോളെ മോർച്ചറിയിൽ ജോലിക്കും പോയത്? എന്തായാലും എല്ലാം നിന്റെ വെറും തോന്നലായിരിക്കും. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ എനിക്കറിയാം അതൊന്നും എൻ്റെ വെറും തോന്നലല്ലായിരുന്നു എന്ന്. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. രാവിലെ തന്നെ പോകും, വൈകിട്ട് ആകുന്നതിന് മുന്നേ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ രാത്രി ഉറങ്ങുന്ന സമയം എൻ്റെ ജനാലയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആരോ ജനൽ തുറക്കാൻ പോകുന്ന പോലെയുള്ള ശബ്ദം. ഞാൻ എഴുന്നേറ്റ് സമയം നോക്കി. രാത്രി 1:30 മണി. പുറത്ത് ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ജനൽ തുറന്ന് പുറത്തെ വഴിയിലേക്ക് നോക്കി. വല്ലാത്തൊരു ഭയം തോന്നി എനിക്ക് അങ്ങോട്ട് നോക്കിയപ്പോൾ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പട്ടി. ഞാൻ പല ദിവസങ്ങളിലും അതിന് ഭക്ഷണം കൊടുക്കാറുണ്ട്. അതൊരു വല്ലാത്ത രീതിയിൽ കുരയ്ക്കുന്നു. അതിൻ്റെ കുര കേട്ട് എനിക്ക് പിന്നെയും ഒരു ഭയം തോന്നി. ആ പട്ടി എന്തോ കാണാൻ പാടില്ലാത്തത് കണ്ടതുപോലെ. ഇടയ്ക്കിടയ്ക്ക് മൂങ്ങയുടെ കരച്ചിലും കേൾക്കാം. ഇങ്ങനെ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. ഒരു 1:30 മുതൽ 2:30 വരെ എനിക്കെൻ്റെ ശരീരത്തിന് വല്ലാത്ത അസ്വസ്ഥതകളാണ്. പുറത്തു നിന്നും ഇതുപോലെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ. പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇതിനെല്ലാം ഒരു അറുതി വരുത്തണം. എനിക്ക് കണ്ടുപിടിക്കണം ഇതെല്ലാം എന്താണെന്ന്. എൻ്റെ ശരീരം നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ എഴുന്നേറ്റു. അപ്പുറത്തെ മുറിയിൽ എൻ്റെ അമ്മൂമ്മയും അനിയനും ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ എഴുന്നേറ്റ് ടേബിളിൻ്റെ മുകളിൽ നിന്നും ടോർച്ചെടുത്തു. മെല്ലെ ശബ്ദമുണ്ടാക്കാതെ പുറകിലെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. പട്ടിയുടെ ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ആ ശബ്ദത്തിൻ്റെ പുറകെ ഞാൻ മെല്ലെ നടക്കാൻ തുടങ്ങി. മനസ്സിൽ നല്ല ഭയമുണ്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അതിയായ ആഗ്രഹം. ഒരു 50 മീറ്റർ ദൂരെ ഞാൻ നടന്നു. അവിടെ ഒരു പഴയ മരം കണ്ടു. അതും റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറി. മരത്തിൻ്റെ അടിയിൽ കുറച്ച് പട്ടികൾ മരത്തിലേക്ക് നോക്കി കുരയ്ക്കുന്നു. അവിടെ അടുത്ത് മറ്റു വീടുകളോ ഒന്നും തന്നെ ഇല്ല. ആ ഭാഗത്താണെങ്കിൽ നല്ല ഇരുട്ടായിരുന്നു. റോഡിലെ വെളിച്ചമാണെങ്കിൽ ആ മരം ഇരിക്കുന്ന സ്ഥലം വരെ എത്തുന്നുമില്ല. ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. എന്നിട്ട് ആ ടോർച്ചിന്റെ വെളിച്ചം ആ പട്ടികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അടിച്ചു. മൃഗങ്ങൾക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ മുന്നേ കൂട്ടി മനസ്സിലാക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അതെല്ലാം ചിന്തിച്ച് 2 അടി പിന്നോട്ട് വെച്ചു. ശേഷം ടോർച്ചിന്റെ വെളിച്ചം മരത്തിന്റെ താഴെ നിന്നും മുകളിലേക്ക് അടിക്കാൻ തുടങ്ങി. പേടികൊണ്ട് എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ടോർച്ചിന്റെ വെളിച്ചം മരച്ചില്ലകളിൽ അടിച്ചതും എൻ്റെ ശരീരത്തിൽ കരണ്ടടിച്ച പോലെ എനിക്ക് തോന്നി. എൻ്റെ കൈയും കാലും തണുത്തുപോയി. എൻ്റെ ഹൃദയമിടിപ്പ് അത്രത്തോളം വർദ്ധിച്ചു. ഇതിപ്പോൾ പൊട്ടി പുറത്തേക്ക് വരുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു. ആ കാഴ്ച ഞാൻ കണ്ടത് അത്രയ്ക്കും ഭയാനകമായിരുന്നു. കുറച്ചു ദിവസം മുമ്പ് കണ്ട ഭീകര രൂപം അത് തന്നെയായിരുന്നു അത്.
അത് മരത്തിന്റെ ചില്ലകളിൽ നിന്നും തല കീഴായി തൂങ്ങിക്കിടക്കുകയാണ്. നേരെ എന്റെ മുഖത്തേക്ക് നോക്കുന്നു. അതിന്റെ കണ്ണുകൾ ഇരുട്ടിലും തിളങ്ങുന്നുണ്ട്. ആ രൂപത്തിന്റെ ആ നോട്ടം എന്റെ ശരീരം മുഴുവനും തളർത്തി കളയുന്നതായിരുന്നു. ഞാൻ നന്നായി പേടിക്കുന്നുണ്ടെങ്കിലും ഞാൻ സ്വബോധത്തിൽ തന്നെയായിരുന്നു. ഞാൻ പതിയെ അവിടുന്ന് നടന്നകലാൻ ശ്രമിച്ചു. എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ല. എന്റെ കാലുകൾ ഭൂമിയിൽ ഉറച്ചു പോയതുപോലെ. എങ്ങനെയൊക്കെയോ ഞാൻ കഷ്ടപ്പെട്ട് മെല്ലെ മെല്ലെ പുറകിലേക്ക് കാൽ വെക്കാൻ തുടങ്ങി. ഞാൻ കരുതി ചിലപ്പോൾ ആ പട്ടികളുള്ളത് കൊണ്ട് ആ ഭീകരരൂപം താഴേക്ക് വരില്ല എന്ന്. അതങ്ങനെയല്ലായിരുന്നു. ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ആ ഭീകരരൂപം മരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ താഴേക്ക് വരാൻ തുടങ്ങി. അതിന്റെ ആ ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ട് പട്ടികൾ വരെ പേടിച്ച് പുറകോട്ട് പോയി. അത് കണ്ടതോടുകൂടി എന്റെ ഭയം വീണ്ടും ഇരട്ടിച്ചു. ഭീകരരൂപത്തിന്റെ കണ്ണുകൾ എന്റെ നേരെ മാത്രമായിരുന്നു. എനിക്ക് ആ സമയത്ത് മനസ്സിലായി ഇതെന്നെ വിടാൻ ഉദ്ദേശമില്ലെന്ന്. ഞാൻ ഒച്ചയുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ എൻ്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് ഓടി. എങ്ങനെയോ വീട്ടിലെത്തി വാതിൽ തുറന്ന് അകത്ത് കയറി വാതിലടച്ചു. വീടിൻ്റെ ഒരു മൂലയിലേക്ക് ഇരുന്നു. അമ്മൂമ്മയോട് പറഞ്ഞാൽ അമ്മൂമ്മ എന്നെ വഴക്ക് പറയും. ചിലപ്പോൾ എൻ്റെ അനിയനും പേടിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ കട്ടിലിൽ പോയി തലവഴി പുതപ്പ് മൂടി കിടക്കാൻ തുടങ്ങി. രാവിലെ ആയതും പഴയ അവസ്ഥ തന്നെ. ശരീരം മുഴുവനും വേദന. എന്തോ ഭാരം എടുത്തു വെച്ച പോലെ. എൻ്റെ അവസ്ഥ കണ്ട എൻ്റെ അമ്മൂമ്മ ലതയെ വിളിച്ചു. ലത വന്നപ്പോൾ ഞാൻ അടുത്ത് വിളിച്ച് രഹസ്യമായി കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. പക്ഷെ ലത പറഞ്ഞു, നിനക്കിപ്പോൾ നല്ല പനിയുണ്ട്. ആ പനി കൊണ്ട് തോന്നിയതായിരിക്കും. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത 3-4 ദിവസം അങ്ങനെ തന്നെയായിരുന്നു. രാത്രി 1:30 മുതൽ പട്ടികളുടെ കരച്ചിൽ, മൂങ്ങയുടെ കരച്ചിൽ. പെട്ടെന്ന് ആ രൂപം എൻ്റെ മുന്നിൽ വരുമോ എന്നൊരു തോന്നൽ. എൻ്റെ ജീവനെടുത്ത് പോകുമോ എന്നുള്ള ഭയം. അമാവാസിയുടെ രാത്രിക്ക് ശേഷം ഞാൻ ഒരുപാട് മാറിയിരുന്നു. ആശുപത്രിയിലെ മോർച്ചറിയിലുണ്ടായിരുന്ന ആ ഡെഡ് ബോഡിയിലെ കയ്യിലെ തണുപ്പ് സ്പർശനം, അതിൻ്റെ ഭയപ്പെടുത്തുന്ന കണ്ണുകൾ, പിന്നെ ആ മരത്തിലുള്ള ഭീകരരൂപം, ഇതൊന്നും എൻ്റെ ചിന്തകളിൽ നിന്നും മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആശുപത്രിയിൽ പോകുന്നത് കുറച്ചിരുന്നു. പക്ഷെ എന്നാലും ജോലി കളയാൻ പറ്റില്ലല്ലോ. അമ്മൂമ്മയ്ക്കാണെങ്കിൽ നല്ല പ്രായവുമുണ്ട്. ഇതൊന്നും അമ്മൂമ്മയോട് പറയാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ലതയോട് പറയാമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ ലതയോട് എല്ലാം പറഞ്ഞു. ലത ഒരു വിധത്തിൽ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലത പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഇവിടെ അടുത്ത ഗ്രാമത്തിൽ ഒരു സന്യാസിയുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ടാൽ ചിലപ്പോൾ എല്ലാം ശരിയാകും. ലതയോട് സംസാരിച്ച ശേഷം എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടിയിരുന്നു. പക്ഷേ പിന്നെയും വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ പേടി കൂടിക്കൂടി വന്നു. അങ്ങനൊരു ദിവസം എൻ്റെ അമ്മൂമ്മ എൻ്റെ അനിയനെയും കൂട്ടി അമ്മൂമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. ആ രാത്രിയിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രാത്രി എൻ്റെ കൂട്ടുകാരി ലതയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും മറ്റൊരറ്റത്തായിട്ടാണ് ലതയുടെ വീട്. അവളും പറഞ്ഞിരുന്നു എന്നോട് അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവളുടെ വീട്ടിലെത്തി അവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപാട് സംസാരിച്ചിരുന്നു. രാത്രിയിൽ സമയം പോയത് അറിഞ്ഞില്ല. ലത എന്നോട് ഭൂതത്തിനെയും പ്രേതത്തിനെയും ആത്മാവിനെയും കുറിച്ച് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ദൂരെ നിന്നും പട്ടികളുടെ ശബ്ദം കേട്ടത്. ആ ശബ്ദം പെട്ടെന്ന് തന്നെ ലതയുടെ വീടിന്റെ അടുത്തേക്ക് എത്തി. ലത പെട്ടെന്ന് നിശബ്ദമായി. ഉടനെ തന്നെ ടോർച്ചെടുക്കാൻ വീടിന്റെ അകത്തേക്ക് പോയി. ആ സമയത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കി. അത് കണ്ടതും എൻ്റെ ശരീരം നിശ്ചലമായി പോയി. മുന്നിലുള്ള ഒരു ഉണങ്ങിയ മരത്തിൽ ആ ഭീകരരൂപം ഇരിക്കുന്നുണ്ട്. ഞാൻ വേഗം ഒച്ചയുണ്ടാക്കി. ലത ഉടനെ ടോർച്ചുമായി പുറത്തേക്ക് വന്നു. ആ കാഴ്ച കണ്ട് ലതയും വിറച്ചുപോയി. ലത ചോദിച്ചു, കവിത, ഇതെന്താ നമ്മൾ ഈ കണ്ടത്? ഞങ്ങൾ രണ്ടുപേരും ആ കാഴ്ച കണ്ട് വിറച്ചുപോയിരുന്നു. എൻ്റെ ശരീരത്തിൽ തീരെ ശക്തിയില്ലാത്ത പോലെ. ലത പെട്ടെന്ന് എവിടുന്നോ കുറച്ച് ധൈര്യം സംഭരിച്ച് എൻ്റെ കൈയും പിടിച്ചു വലിച്ചവൾ വേഗം തന്നെ വീടിന്റെ ഉള്ളിലേക്ക് പോയി. വീടിനകത്ത് കയറിയതും അറിയാതെ എൻ്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് പോയി. സമയം കറക്റ്റ് 1:30 മണി. ആ ദിവസം രാത്രി മുഴുവനും ഞാൻ ഭയത്തോടെ അവളുടെ വീട്ടിൽ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം രാവിലെ ആയതും അവൾ പറഞ്ഞ സന്യാസിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറായി. അദ്ദേഹം ഒരു പഴയ വീട്ടിലാണ് താമസം. അവിടെ എത്തിയ ഉടനെ ഞാൻ അദ്ദേഹത്തോട് ഇത്രയും നാൾ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ സന്യാസി കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് എന്തോ മന്ത്രം ജപിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നിട്ട് പറഞ്ഞു, കവിത, നീ എന്നാ മോർച്ചറിയിൽ കണ്ടത് അതൊരു ശവശരീരമായിരുന്നില്ല. അതൊരു അപകടകാരിയായ ഒരു ശക്തിയായിരുന്നു. അത് ആ ശരീരത്തെ നശിപ്പിച്ച് അടുത്ത ശരീരത്തിന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. നിമിത്തം എന്ന പോലെ ആ അമാവാസി രാത്രിയിൽ ആ പിശാച് നിന്റെ കൂടെ കൂടി. അതിപ്പോൾ നിന്റെ പുറകെയുണ്ട്. അതിന് നിന്റെ ശരീരം വേണം, ഒരു മനുഷ്യ ശരീരം. എനിക്ക് തോന്നുന്നു അടുത്ത അമാവാസിക്കുള്ളിൽ നിന്റെ ശരീരം അവൾ പൂർണ്ണമായും കീഴ്പ്പെടുത്തും. സന്യാസിയുടെ വാക്ക് കേട്ട് ഭയപ്പെടാനല്ലാതെ എനിക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കേട്ട് ഭയന്നുപോയ ലത ചോദിച്ചു, ഇനി എന്താ ഞങ്ങൾ ചെയ്യുക? സന്യാസി കുറച്ചു നേരം എന്തോ ആലോചിച്ചിട്ട് പറഞ്ഞു, ആ പിശാചിന് നിങ്ങൾ അതിന് വേണ്ട ഒരു സാധനം കൊടുക്കേണ്ടി വരും. അതും രാത്രിയിൽ ശ്മശാനത്തിൽ കൊണ്ടുപോയി വെക്കണം.
എന്ത് സാധനമാണ് ഞങ്ങൾ വയ്ക്കേണ്ടത്? ലത ചോദിച്ചു. അത് കേട്ട സന്യാസി പറഞ്ഞു, അത് തയ്യാറാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അത് എളുപ്പ വഴിയൊന്നുമല്ല. ആ പിശാച് രക്തത്തിന് ദാഹിച്ചിരിക്കുന്നവളാണ്. രക്തത്തിൽ മുക്കിയെടുത്ത ഒരു തുണിക്കഷ്ണം വേണം. പിന്നെ കാക്കയെ പിടിക്കണം. അതും രാത്രിയിൽ തന്നെ പിടിക്കണം. എന്നിട്ടതിൻ്റെ പിഴുതെടുത്ത തല വേണം. ശേഷം ഒരു ചെറിയ പാത്രമെടുത്ത് ശ്മശാനത്തിലുള്ള കത്തിക്കരിഞ്ഞ എല്ലുകളെടുത്ത് അതിലേക്ക് കാക്കയുടെ ബാക്കി വന്ന രക്തം കൂട്ടിക്കലർത്തണം. കുറച്ച് സമയം കഴിയുമ്പോൾ ആ രക്തത്തിൽ നിന്നും ഒരു കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം വരും. ഉടനെ തന്നെ സന്യാസി കണ്ണടച്ചു. പിന്നെ മെല്ലെ പറഞ്ഞു, ഒരു മനുഷ്യന്റെ എല്ലുപയോഗിച്ച് ഒരു ഉണങ്ങിയ മരത്തിന്റെ പുറകിൽ അതിന്റെ ആത്മാവിനെ ബന്ധിക്കേണ്ടി വരും. പിന്നെ കവിത, നീയും നിന്റെ രക്തം കുറച്ച് ആ തുണിയിൽ ഇറ്റിക്കേണ്ടി വരും. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ആ പിശാചിനെ നമുക്ക് ബന്ധനത്തിലാക്കാൻ പറ്റും. പിന്നെ ഈ സാധനങ്ങളെല്ലാം നീ ശ്മശാനത്തിൽ വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. പേടിക്കാനും പാടില്ല. കാരണം നിന്റെ പേടിയാണ് അതിൻ്റെ ശക്തി. ഞാൻ സന്യാസിയുടെ വാക്ക് കേട്ട് ആകെ ഭയന്നു പോയിരുന്നു. പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഞാനിത് എങ്ങനെയെല്ലാം ചെയ്തു തീർക്കും? കാരണം അമാവാസിക്ക് ഇനി അധിക നാളില്ല. എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. സന്യാസി പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ തയ്യാറാക്കിക്കൊള്ളാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊന്നും വേറെ ആരോടും പറയരുത്. ശേഷം സന്യാസി ഒരു കറുത്ത ചരട് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ശ്മശാനത്തിൽ പോകുമ്പോൾ ഇത് കയ്യിലുണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ ആ പിശാച് നിന്നെ ഉപദ്രവിക്കില്ല. എന്നാ പോകുന്നതെന്ന് വെച്ചാൽ അതെന്നെ അറിയിക്കുകയും വേണം. ഞാൻ നിനക്ക് അവിടെ വെക്കേണ്ട സാധനങ്ങൾ തയ്യാറാക്കി തരാം. സന്യാസിയോട് സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ തീരുമാനിച്ചു, വരുന്ന പൗർണമി നാൾ സന്യാസി പറഞ്ഞ കാര്യം ചെയ്യാമെന്ന്. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മൂമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു. അനിയനാണെങ്കിൽ അമ്മൂമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു വന്നിരുന്നില്ല. അമ്മൂമ്മയോട് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം മാറി നിൽക്കണമല്ലോ. അതുകൊണ്ട് അമ്മൂമ്മയോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, പൗർണമിയുടെ അന്ന് ഞാൻ ലതയുടെ കൂടെ ഒന്ന് പുറത്തു പോകുമെന്ന്. കാരണം അമ്മൂമ്മ ഒരുപാട് പ്രായമുള്ള ആളാണ്. അമ്മൂമ്മയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ലത എൻ്റെ കൂടെ ശ്മശാനത്തിൽ വരാൻ തയ്യാറായിരുന്നു. പൗർണമിയുടെ ഒരു ദിവസം മുന്നേ ഞങ്ങൾ സന്യാസിയുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞു, കയ്യിൽ കെട്ടിയിരുന്ന ചരടിൽ മന്ത്രം ചൊല്ലി കെട്ടിയതാണ്. ആ ചരട് നിങ്ങൾ ശ്മശാനത്തിൽ പോയി സാധനങ്ങൾ വെച്ച് തിരിച്ചു വരുമ്പോൾ മാത്രം, വീട്ടിലെത്തിയതിനു ശേഷം മാത്രമേ അയക്കാൻ പാടുള്ളൂ. വന്ന ഉടനെ വീടിന്റെ വെളിയിൽ വെച്ച് ഇത് തീയിൽ കത്തിച്ചു കളഞ്ഞേക്കണം. എനിക്ക് ലതയോട് ഒരുപാട് സ്നേഹം തോന്നി. കാരണം ഇത്രയും പ്രശ്നത്തിലായിട്ടും എൻ്റെ കൂടെ ലത നിന്നല്ലോ. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ലതയുടെ വീട്ടിലേക്കാണ്. ലത എനിക്ക് ഭക്ഷണം എടുത്തു തന്നു. അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ മനസ്സിൽ ലത പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ആ ഭീകര രൂപവും അതിൻ്റെ കണ്ണുകളും മാത്രമായിരുന്നു. ഞാൻ ലതയോട് ചോദിച്ചു, ഇതെല്ലാം നല്ല രീതിയിൽ നടക്കുമോ ലതേ? ഉടനെ ലത എൻ്റെ കൈ ലതയുടെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ആ സന്യാസി പറഞ്ഞില്ലേ എല്ലാം ശരിയാകും. ആ സന്യാസിക്ക് ഇതിനെല്ലാം നല്ല കഴിവുണ്ട്. എല്ലാം ശരിയാകും, നീ പേടിക്കണ്ട. ശേഷം ഞങ്ങൾ കിടക്കാൻ പോയി. എന്നത്തെയും പോലെ 1:30 മണിയായപ്പോൾ പട്ടിയുടെ ശബ്ദം കൂടിക്കൂടി വരാൻ തുടങ്ങി. അതിൻ്റെ കൂടെ മൂങ്ങയുടെ കരച്ചിലും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾക്കും ഉറക്കം വരുന്നേയില്ലായിരുന്നു. അത്രയ്ക്കും വീടിൻ്റെ അടുത്ത് നിന്നുമാണ് ആ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. വീടിൻ്റെ ചുറ്റുവട്ടത്തും എന്തോ നടക്കുന്ന ശബ്ദം. ഇതെല്ലാം കേട്ടപ്പോൾ ലത പറഞ്ഞു, ഇനി നമ്മളൊന്നും പേടിക്കണ്ട. കാരണം ആ സന്യാസി തന്ന ചരട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളതിനെ നേരിടുക തന്നെ വേണം. അത് പറഞ്ഞുകൊണ്ട് ലത ജനൽ പെട്ടെന്ന് തുറന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ആ ഭീകര രൂപം അടുത്തുള്ള ഒരു ഉണങ്ങിയ മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇപ്രാവശ്യം കണ്ടപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പോലെ തോന്നി. അതിൻ്റെ വായിൽ നിന്നും ഇപ്രാവശ്യം കറുത്ത രക്തമല്ല, ചുവന്ന രക്തമാണ് ഒഴുകിയത്. ഇപ്പോൾ ആരുടെയോ രക്തം കുടിച്ച പോലെ. അതിൻ്റെ കണ്ണുകൾ എൻ്റെ നേരെയായിരുന്നു, എന്നെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്ന പോലെ. പെട്ടെന്ന് അതിൻ്റെ വായിൽ നിന്നും ഒരു വിചിത്ര ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ട് ഞാൻ ഭയന്നുപോയി. ഞാൻ വേഗം ലതയുടെ കയ്യിൽ കയറി പിടിച്ചു. പെട്ടെന്ന് ആ രൂപം ഉണങ്ങിയ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി വരാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഭീകര ശബ്ദവും കൂടി വരാൻ തുടങ്ങി. ഞാൻ ലതയെ പിടിച്ച് പെട്ടെന്ന് വലിച്ചു മാറ്റി വേഗം തന്നെ ജനലടച്ചു. ശേഷം ഞങ്ങൾ രണ്ടുപേരും പേടിച്ച റൂമിൻ്റെ ഒരു സൈഡിലേക്കിരുന്നു. ചരട് ചൂട് പിടിക്കാൻ തുടങ്ങി. എൻ്റെ കൈ കത്തിപ്പോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. ലതയ്ക്കും അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടത്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നുള്ള പട്ടിയുടെ കരച്ചിൽ കുറഞ്ഞു. എല്ലാം മെല്ലെ ശാന്തമായി. പക്ഷേ പെട്ടെന്ന് പുറത്ത് ജനലിൻ്റെ അടുത്ത് ആരോ നിൽക്കുന്ന പോലെ. ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ എല്ലാം വീണ്ടും ശാന്തമായി. ഇനി വരുന്ന രാത്രി പൗർണമിയുടെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ ആ സന്യാസിയെ ഒന്നുകൂടി പോയി കാണണം. കാരണം നാളെ രാത്രിയാണ് ശ്മശാനത്തിലേക്ക് പോകേണ്ടത്. പക്ഷെ അടുത്ത ദിവസം പകലിൽ ഞങ്ങൾ വിചാരിക്കാത്തൊരു സംഭവം നടന്നു. ഞങ്ങൾ പോയി കണ്ട സന്യാസി കഴിഞ്ഞ രാത്രി മരണപ്പെട്ടു. ഇത് കേട്ടതോടുകൂടി എൻ്റെ സകല നിയന്ത്രണവും വിട്ടു. കാരണം ഞങ്ങൾക്കറിയാലോ, അദ്ദേഹത്തിന് ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. ഉറക്കത്തിൽ മരണപ്പെട്ടു എന്നാണ് എല്ലാവരും പറയുന്നത്. ഗ്രാമത്തിലുള്ളവർ പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം രാത്രി അയാളുടെ വീടിൻ്റെ അടുത്ത് മൂങ്ങയുടെ കരച്ചിൽ കേട്ടുവെന്ന്. ഞാനും ലതയും വേഗം തയ്യാറായി സന്യാസിയുടെ വീടിൻ്റെ അടുത്തേക്ക് ചെന്നു.
ഞങ്ങൾ രണ്ടുപേരും അവിടെ കൂടി നിന്ന ആളുകളുടെ അടുത്ത് നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സന്യാസിയുടെ ശരീരം പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വായിൽ നിന്നും ഒരു ചെറിയ കറുത്ത ദ്രാവകം എന്തോ പുറത്തേക്ക് വരുന്ന പോലെ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ആ ഭൂതത്തിന്റെ, ആ പിശാചിന്റെ പണിയായിരിക്കും ഇതെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശവശരീരം എടുത്തു കൊണ്ടുപോയി. എൻ്റെ മനസ്സിൽ ഭയം കൂടി. ഞാൻ ലതയുടെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, വിചാരിച്ചതിലും കൂടുതൽ ശക്തിശാലിയാണ് ആ പിശാച്. അദ്ദേഹത്തിന്റെ ശരീരം ഗ്രാമത്തിനടുത്തുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ഞാനും ലതയും തിരിച്ച് വീട്ടിലേക്ക് വന്നു. ലതയും ഇതെല്ലാം കണ്ട് വല്ലാതെ പേടിച്ചിരുന്നു. ഇന്ന് പൗർണമിയുടെ രാത്രിയായിരുന്നു. സന്യാസി ഞങ്ങൾക്ക് ശ്മശാനത്തിൽ കൊണ്ടുവയ്ക്കാനുള്ള സാധനങ്ങൾ തയ്യാറാക്കി തരേണ്ട ദിവസം. പക്ഷെ പെട്ടെന്നെല്ലാം മാറി മറഞ്ഞു. ലത എന്നോട് പറഞ്ഞു, ഗ്രാമത്തിന്റെ അപ്പുറത്ത് ദുർഗാദേവിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഒരു മന്ത്രവാദി വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. പൗർണമിയുടെ രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. കുറച്ചു ദിവസത്തേക്ക് പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു എന്നെ ഇല്ലാതാക്കാൻ ആ പിശാച് വരുമെന്ന്. അടുത്ത 3-4 ദിവസം ഞങ്ങൾ അടുപ്പിച്ച് എല്ലാ ദിവസവും ദുർഗാദേവിയുടെ അമ്പലത്തിൽ പോകുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കവിടെ ആ മന്ത്രവാദിയെ കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു ദിവസം അങ്ങനെ ശാന്തമായി കടന്നുപോയി. ഞങ്ങൾക്കറിയില്ലായിരുന്നു ആ പിശാച്, ആ ശക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഞങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാകുമോ? അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ കിടക്കാൻ നേരം പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ ശ്വാസം നിൽക്കുന്ന പോലെ, ആരും എൻ്റെ കഴുത്തിൽ പിടിച്ച് അമർത്തി നിൽക്കുന്ന പോലെ. എൻ്റെ തോളിൽ എന്തോ ഒരു ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കണ്ണു തുറക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. ചെറുതായിട്ട് എന്തോ എനിക്കൊന്ന് കാണാൻ സാധിച്ചു. അത് കണ്ടതും എൻ്റെ സകല നിയന്ത്രണവും വിട്ടു. ആ ഭയപ്പെടുത്തുന്ന പിശാച് എൻ്റെ മുകളിലിരിക്കുന്നു. അതിൻ്റെ മുഖം എൻ്റെ മുഖത്തിൻ്റെ തൊട്ടടുത്ത്, അതിൻ്റെ ചുവന്ന കണ്ണുകൾ എൻ്റെ മുഖത്തിൻ്റെ തൊട്ടുമുകളിൽ. ആ കണ്ണിൻ്റെ അകത്ത് കത്തിയമരുന്ന തീക്കനൽ പോലെ എനിക്ക് തോന്നി. അതിൻ്റെ വായിൽ നിന്നും വരുന്ന കറുത്ത ദ്രാവകം എൻ്റെ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ആ ഭീകരരൂപം എന്തോ ഒരു വല്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. പിശാചിന്റെ കൈകൾ എൻ്റെ കഴുത്തിൽ അമർത്തി പിടിച്ചിരിക്കുന്നു. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നി തുടങ്ങി എല്ലാം അവസാനിക്കാൻ പോകുന്നു. ആ ദുരാത്മാവ് എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴാണ് എനിക്ക് പണ്ട് സന്യാസി പറഞ്ഞു തന്ന മന്ത്രം ഓർമ്മ വന്നത്. ഞാൻ മനസ്സിൽ ആ മന്ത്രം ചൊല്ലാൻ ആരംഭിച്ചു. പിന്നെ എൻ്റെ മുകളിലിരിക്കുന്ന ഭീകരരൂപത്തിൻ്റെ നേരെ എൻ്റെ കൈ ഉയർത്തി. പിശാചിന്റെ ശരീരത്തിൽ പെട്ടെന്ന് ഷോക്കടിച്ച പോലെയായി. ആ പിശാച് പ്രത്യേക ശബ്ദമുണ്ടാക്കി എൻ്റെ നേരെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. പിന്നെയും ഒരു വല്ലാത്ത ശബ്ദമുണ്ടാക്കി. അത് കേട്ടെൻ്റെ ചെവി വരെ എനിക്ക് വേദനിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ വാതിൽ ശക്തമായി തുറന്നു. ആ പിശാച് അന്തരീക്ഷത്തിൽ എവിടെയോ ലയിച്ചു ചേർന്നു. എൻ്റെ ശരീരത്തിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. പെട്ടെന്ന് അമ്മൂമ്മ ഓടി വന്നു. എന്നോട് ചോദിച്ചു, മോളെ മോളെ കവിത, എന്താ പറ്റിയേ? ഞാൻ ഭയത്തോടെ പറഞ്ഞു, ആ പിശാച് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ തോളിലിരിക്കുകയായിരുന്നു. എന്നെ കൊല്ലാനാണ് വന്നത്. അന്നത്തെ രാത്രി മുഴുവനും അമ്മൂമ്മ ദൈവത്തോട് പ്രാർത്ഥനയിലായിരുന്നു. പിശാചന്റെ കഴുത്തിൽ പിടിച്ചതിൻ്റെ പാട് നന്നായിട്ട് കാണാമായിരുന്നു എൻ്റെ കഴുത്തിൽ. അടുത്ത ദിവസം ഞങ്ങൾ ആ മന്ത്രവാദിയെ കാണാൻ വീണ്ടും പോയി. ഭാഗ്യത്തിന് ഇപ്രാവശ്യം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ രാത്രിയിലെയും ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. കൂടാതെ എൻ്റെ കഴുത്തിലെ പാടും കാണിച്ചു കൊടുത്തു. എല്ലാം സമാധാനത്തോടെ കേട്ടിരുന്ന സന്യാസി അല്പനേരം മൗനമായിരുന്നു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, കവിത, ആ പിശാചിന് അതിഭീകര ശക്തിയാണ്. മന്ത്രവാദി എന്തോ കണ്ണടച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു വഴിയേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന ആ അമാവാസി രാവിൽ ആ ശ്മശാനത്തിൽ കവിതയ്ക്ക് പോകേണ്ടി വരും. അവിടെ ആ സന്യാസി പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവയ്ക്കേണ്ടി വരും. ഒരു കാര്യം നീ ഓർക്കണം, ആ സാധനങ്ങൾ വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. മറ്റൊരു കാര്യം കൂടി, വരാൻ പോകുന്ന അമാവാസി രാത്രി വളരെ അപകടം പിടിച്ചതാണ്. അമാവാസി രാത്രിയിലാണ് ഇതുപോലുള്ള പിശാചുകളിലെ ശക്തി വർദ്ധിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് എനിക്ക് ഭയക്കാനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അമാവാസിക്ക് ഇനി വെറും 10 ദിവസം കൂടിയുണ്ട്. മന്ത്രവാദിയോട് സംസാരിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പക്ഷെ എൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. എൻ്റെ കഴുത്തിൽ വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നി തുടങ്ങി, ആരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. രാത്രിയായാൽ ജനൽ സൈഡിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ശബ്ദം കേട്ടാൽ ഉടനെ ഞാൻ കണ്ണടച്ച് ദൈവത്തെ പ്രാർത്ഥിക്കും. എനിക്കറിയായിരുന്നു ആ ശക്തി മെല്ലെ മെല്ലെ എൻ്റെ അടുത്തേക്ക് വരികയാണെന്ന്. വരാൻ പോകുന്ന അമാവാസി രാത്രിയിൽ എൻ്റെ അവസാനത്തെ യുദ്ധം നടക്കാൻ പോവുകയാണ്. അമാവാസി രാത്രി അടുക്കാൻ തുടങ്ങുന്ന ഓരോ ദിവസവും എൻ്റെ മനസ്സിലെ പേടിയും അതിഭീകരമായി വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ അമ്മൂമ്മയോടും ലതയോടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ അനിയനെ നല്ലപോലെ നോക്കണം. അമ്മൂമ്മ ഉടനെ കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അമ്മൂമ്മയുടെ കണ്ണുനീരിൽ നിന്നും എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു, അമ്മൂമ്മയുടെ ആ ദുഃഖം. പക്ഷെ ലത അങ്ങനെയല്ല, എനിക്ക് ധൈര്യം തന്നുകൊണ്ടേയിരുന്നു. ലത ഉറപ്പിച്ചിരുന്നു, എന്ത് സംഭവിച്ചാലും എൻ്റെ കൂടെ അവൾ ശ്മശാനത്തിലേക്ക് വരുമെന്ന്. ഞങ്ങൾക്കന്ന് ദുർഗാദേവി അമ്പലത്തിൽ പോയപ്പോൾ മന്ത്രവാദിയും കറുത്ത ചരട് തന്നിരുന്നു. എന്തോ പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി.
എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും സന്യാസി പറഞ്ഞ ആ സാധനങ്ങൾ ശ്മശാനത്തിൽ വെച്ച് വരുമ്പോൾ തിരിഞ്ഞു നോക്കരുത്, നേരെ വീട്ടിലേക്ക് വരണം. അതുപോലെ തന്നെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഈ കറുത്ത ചരട് വീടിന്റെ മുറ്റത്ത് എവിടെയെങ്കിലും വെച്ച് കത്തിച്ച് കളഞ്ഞേക്കണം. അമാവാസി രാത്രി അടുക്കാറായി. അന്ന് സന്യാസി പറഞ്ഞ പോലെ ശ്മശാനത്തിൽ കൊണ്ടുവയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. അങ്ങനെ ആ രാത്രി എത്തി. അന്ന് പട്ടികളുടെ കരച്ചിലുണ്ടായിരുന്നില്ല, ഒരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. അന്ന് സന്ധ്യയായപ്പോഴേക്കും ലത എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു 10:30 ശ്മശാനത്തിലേക്ക് പോകാൻ തയ്യാറായി. വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന വഴിയിൽ മരച്ചില്ലകൾ ചെറിയ കാറ്റിലാടുമ്പോൾ എന്തോ ഒരു ഭീകര രൂപം നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. അതുപോലെ മരങ്ങൾക്കിടയിൽ നിന്നും എന്തൊക്കെയോ മുറുമുറുക്കുന്ന ശബ്ദങ്ങൾ. അങ്ങനെ ഭയന്ന് വിറച്ച് നടന്ന് ഞങ്ങൾ ശ്മശാനത്തിലെത്തി. എൻ്റെ കൈയാണെങ്കിൽ വിറയ്ക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുപോയ സാധനം താഴെ വീഴുമോ എന്ന് പോലും എനിക്ക് തോന്നി. അവിടെ ഒരു പരന്ന കല്ല് ഞാൻ കണ്ടു. അവിടെ ഈ കൊണ്ടുവന്ന സാധനം വെച്ചു. പെട്ടെന്ന് ചുറ്റുപാടും എന്തൊക്കെയോ ശബ്ദങ്ങൾ, എന്തോ ഒന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന പോലെ. പെട്ടെന്നൊരു നിലവിളി കേട്ടു. അത് എൻ്റെ ചെവിയുടെ തൊട്ടടുത്ത് നിന്നായിരുന്നു. എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ആരുടെയോ തണുത്ത ശ്വാസം വന്ന് അടിക്കുന്ന പോലെ. വാ, വേഗം പോകാം, ലത ഭയപ്പാടോടെ പറഞ്ഞു. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. പെട്ടെന്നൊരു വല്ലാത്ത ശബ്ദം കേട്ടു. അത് കേട്ടതോടുകൂടി ഞങ്ങൾ ശരിക്കും ഭയപ്പെട്ടു. എൻ്റെ കാല് വിറച്ചുപോയി. എൻ്റെ കയ്യിൽ നിന്ന് ടോർച്ച് താഴെ വീണുപോയി. ഞാൻ അറിയാതെ മുട്ടുകുത്തിയിരുന്നു. ഞാൻ അറിയാതെ പുറകിലേക്ക് തിരിയാൻ പോയപ്പോൾ പറഞ്ഞു, വേണ്ട, നോക്കല്ലേ. ലത എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എൻ്റെ ശരീരത്തിൽ ആരോ കൈവച്ച പോലെ എനിക്ക് തോന്നി. എൻ്റെ തൊട്ടുപുറകിൽ നല്ല തണുപ്പുള്ള ശ്വാസം. എൻ്റെ എല്ലാ ശക്തിയും ഇല്ലാതാകുന്ന പോലെ. എനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റിയില്ല. ഉടനെ തന്നെ ഞാൻ ലതയുടെ കൈയും പിടിച്ച് സർവ്വശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കൈക്കൊരു വല്ലാത്ത തണുപ്പ്. നഖങ്ങളെല്ലാം നീണ്ടിരിക്കുന്നു. ഞാൻ മെല്ലെ ആ കൈയിലേക്ക് നോക്കി. എൻ്റെ സകല ധൈര്യവും പോയി. ഞാൻ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. എനിക്കപ്പോൾ മനസ്സിലായി അത് ലതയുടെ കൈയല്ല എന്ന്. അത് ആ ഭീകര പിശാചിൻ്റെ കൈയായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്നും പിടുത്തം വിട്ട് എൻ്റെ കഴുത്തിൽ അമർത്താൻ തുടങ്ങി. അതിശക്തമായിട്ടായിരുന്നു അതെൻ്റെ കഴുത്തിൽ പിടിച്ചത്. എൻ്റെ കഴുത്തിലെ എല്ല് പൊടിയുമെന്ന് വരെ എനിക്ക് തോന്നി. ഞാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു തരി ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുഖം എൻ്റെ മുഖത്തിന് നേരെ വന്നു. അത് മെല്ലെ വാ തുറന്നു. അതിൻ്റെ വായിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധവും. എന്തോ അതെന്നെ വിഴുങ്ങാൻ പോകുന്ന പോലെ. കവിത, മാറവിടുന്ന്! പെട്ടെന്ന് ലത വന്ന് എന്നെ പിടിച്ചു വലിച്ചു. ഉടനെ തന്നെ ലത താഴെ കിടന്ന ടോർച്ചെടുത്ത് ആ ഭീകര രൂപത്തിന്റെ മുഖത്തിന് നേരെ ആഞ്ഞടിച്ചു. അതിന്റെ കൈയൊന്ന് അഴിഞ്ഞപ്പോൾ ലത എന്നെയും പിടിച്ച് ഓടാൻ തുടങ്ങി. പക്ഷെ എനിക്കറിയായിരുന്നു അത് ഞങ്ങളുടെ പുറകെ തന്നെയുണ്ടെന്ന്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഓടി ശ്മശാനത്തിന്റെ പുറത്തേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് അതിവേഗം ഓടി വീട്ടിലേക്കും എത്തി. വീട്ടിൽ നിന്നും ശ്മശാനത്തിലേക്ക് പോകുന്നതിന് മുന്നേ വീടിന്റെ മുന്നിൽ തീ കൂട്ടിയിരുന്നു. അവിടെ എത്തിയ ഉടനെ അതുകൊണ്ട് തന്നെ കയ്യിൽ കെട്ടിയിരുന്ന ചരട് ആ തീയിലേക്ക് ഇട്ടു. എന്നിട്ട് വേഗം തന്നെ വീടിനകത്ത് കയറി വാതിലിന്റെ ലോക്ക് അകത്ത് നിന്നും പൂട്ടി. കവിത, നമ്മൾ ജയിച്ചു, നീ ഇനി പേടിക്കണ്ട, ലത പറഞ്ഞു. ലത മുഖത്തെ വിയർപ്പുത്തുള്ളികൾ തുടച്ചുകൊണ്ട് ഇത് പറയുമ്പോഴും അവളുടെ ശബ്ദത്തിനൊരു വിറയലുണ്ടായിരുന്നു. അമ്മൂമ്മ വേഗം വന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നു. ഞങ്ങളെ സമാധാനിപ്പിച്ചു. പിന്നെ അന്ന് രാത്രി മുഴുവനും ദുർഗാദേവിയുടെ പേരുച്ചരിച്ച് അവിടെ തന്നെ ഇരുന്നു. ആ രാത്രി അങ്ങനെ ശാന്തമായി കഴിഞ്ഞുപോയി. ഒരു പട്ടിയുടെയും ശബ്ദമുണ്ടായിരുന്നില്ല, ഒരു മൂങ്ങയുടെയും കരച്ചിലും ഉണ്ടായിരുന്നില്ല. അടുത്തൊന്നും ആരും ഉള്ളതായും തോന്നിയില്ല. എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായിരുന്നു, ഇനിയെങ്ങാനും അത് വീണ്ടും വരുമോ? ഈ നിശബ്ദത വരാൻ പോകുന്നതിൻ്റെ എന്തെങ്കിലും മുന്നോടിയായിട്ടാണോ? പിറ്റേ ദിവസം ഞങ്ങൾ മന്ത്രവാദിയെ കാണാൻ പോയി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കുറച്ചുനേരം അദ്ദേഹം കണ്ണടച്ചിട്ട് പിന്നെ പറഞ്ഞു, കവിത, നീ ജയിച്ചു. അതിൻ്റെ ശക്തി മുഴുവനും ക്ഷയിച്ചുപോയി. ഇനി നീ പേടിക്കണ്ട. ഇനി അത് കവിതയുടെ അടുത്തേക്ക് വരില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ദിച്ചു. എൻ്റെ അമ്മൂമ്മയോടും ലതയോടും നന്ദി പറഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന പാട് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. പിന്നെ എനിക്കും തോന്നി തുടങ്ങി എല്ലാം ശരിയായി തുടങ്ങിയെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ലതയാണെങ്കിൽ കുറച്ചുനാൾ ലീവ് എടുത്ത് ഏതോ സ്വന്തക്കാരുടെ വീട്ടിലേക്കും പോയി. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിലൊന്നും മൊബൈൽ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ആശുപത്രിയിലെ ലാൻഡ് ലൈനിൽ ലതയുടെ ഫോൺ വന്നു. അവളുടെ പേടി കണ്ട് എനിക്ക് ഭയം തോന്നി. അവൾ പറഞ്ഞു, കവിത, കവിത, ആ പിശാചിപ്പോ എൻ്റെ പുറകെയാണ്. അവളുടെ വാക്ക് കേട്ട് ഞാൻ വിറച്ചുപോയി. ലത പറഞ്ഞു തുടങ്ങി, അന്ന് ആ ശ്മശാനത്തിൽ വെച്ച് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു. ലത, നീ എന്തായി കാണിച്ചേ? അത്രയും കവിത പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ടായി. പിന്നെ അടുത്ത ദിവസം കേൾക്കുന്നത് ലതയുടെ മരണമാണ്. കഥ അവസാനിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാൻ? ആ പിശാച് കവിതയുടെ പുറകെ നടന്ന് കവിതയെ സഹായിക്കാൻ പോയ ലതയുടെ അടുത്തേക്ക് ചെന്നു. ലതയുടെ കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ദുഃഖം.